ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇതുപോലൊരു നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ സ്ലീവിൽ നമുക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ താഴെ അറ്റത്ത് സെൻറ്ററായിട്ട് നമുക്കൊരു സീക്വൻസ് ആദ്യം പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് 1/2 ഇഞ്ച് വെച്ച് നമുക്ക് ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് അവിടെ നമുക്ക് സീക്വൻസ് ഒട്ടിച്ചിട്ടെടുക്കാം. സീക്വൻസ് ഒട്ടിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ പെൻ ഇല്ലെങ്കിൽ ഇതുപോലൊരു നീഡിൽ എടുത്തിട്ട് അതിൻ്റെ എൻഡിൽ ശകലം ഫാബ്രിക് ഗ്ലൂ അതിൽ കുറച്ചൊന്ന് മുക്കിയിട്ടെടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ ഓരോന്നായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ സെൻറ്റർ ഭാഗത്ത് ഒട്ടിച്ചത് പോയിട്ട് ഒരു സൈഡിൽ ഞാനിങ്ങനെ 1/2 ഇഞ്ച് വിട്ട് 8 സീക്വൻസ് കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡും 8 സീക്വൻസ് കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 8, 2 സൈഡും 8, 8, 16, സെൻറ്ററിലൊന്ന് 17, ടോട്ടലി 17 സീക്വൻസാണ് ഞാനിതിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ 2 സീക്വൻസിൻ്റെയും സെൻറ്ററിൽ ശകലം മുകളിലോട്ട് നെക്സ്റ്റ് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ എൻഡിൽ വരുമ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റിൽ ഒട്ടിച്ച ആ സീക്വൻസിൻ്റെ അതിന് ശേഷം പോകാൻ പാടില്ല, അതിന് മുൻപിൽ വരെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ലെയറിൽ ഒരു സീക്വൻസ് കുറഞ്ഞിട്ട് 16 സീക്വൻസാണ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഓരോ ലൈനിലും ഓരോന്ന് കുറഞ്ഞ് അങ്ങനെ ലാസ്റ്റിൽ ഇങ്ങനെ 1 കിട്ടുന്ന രീതിക്കാണ് ഞാനിവിടെ സീക്വൻസ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒട്ടിച്ച് കൊടുക്കുന്ന ആ സീക്വൻസ് ഒരു ഗ്ലിറ്ററിങ് സീക്വൻസാണ്. ഇത് നൈറ്റിലാണെങ്കിൽ നന്നായിട്ട് തന്നെ അത് തിളങ്ങുന്നതായിരിക്കും. ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ബ്ലൗസിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഓൾഡ് ബ്ലൗസ്, ഡിസൈൻ ചെയ്യാത്ത ബ്ലൗസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സ്റ്റിച്ചിങ് അറിയാതെ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ പേൾ കോട്ടൺ ത്രെഡ് എടുത്തിട്ടുണ്ട്. അതും ഒരു സ്ട്രാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് ആയാലും ഒക്കെയാണ്. ഈ എൻഡിൽ ഒട്ടിച്ചു കൊടുത്ത ആ സീക്വൻസിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് സിഗ്സാഗ് പാറ്റേൺ കിട്ടുന്ന രീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ സീക്വൻസിൻ്റെ സെൻറ്ററിൽ ഒരു ഹോള് കാണും, അതിൻ്റെ അകത്തുകൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങളിതിൽ കോട്ടൺ ത്രെഡാണ് എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ട്രാൻഡ്സ് എടുക്കാൻ പാടില്ല. എന്തെന്ന് വെച്ചാൽ ആ സീക്വൻസിൻ്റെ അകത്തുകൂടി നമ്മൾ 2-3 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കോട്ടൺ ത്രെഡ് നമുക്ക് കൂടുതൽ സ്ട്രാൻഡ്സിൽ നിങ്ങൾക്ക് എടുത്താൽ ആ സീക്വൻസിൻ്റെ അകത്തുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് സിഗ്സാഗ് പാറ്റേൺ കിട്ടുന്ന രീതിക്ക് നമുക്ക് ഫുള്ളും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഈ സീക്വൻസ് നിങ്ങൾ പേസ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഫാബ്രിക് ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. B7000 ഗ്ലൂ യൂസ് ചെയ്യാനേ പാടില്ല. എന്തെന്ന് വെച്ചാൽ നമ്മൾ അകത്തുകൂടി സ്റ്റിച്ച് ചെയ്യുന്നു, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതേ രീതിക്ക് അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ താഴത്തെ അറ്റത്തെ ഭാഗത്ത് ഒരു ലെയർ ഫുള്ളും സിഗ്സാഗ് പാറ്റേണിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സെക്കൻഡ് ലെയർ മാത്രമല്ല, 1 by 1 ആയിട്ട് നമുക്ക് മുകളിലറ്റം വരെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആർക്കെങ്കിലും ഹാൻഡ് എംബ്രോയിഡറി പഠിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. വാട്സപ്പ് ക്ലാസ് നടക്കുന്നു, അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഹാൻഡ് എംബ്രോയിഡറി കോഴ്സ് കൂടുതൽ ചിലവൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ പറ്റും. അത് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ ഡ്രസ്സിൽ നിങ്ങൾക്കിതുപോലെ വർക്ക് ചെയ്തിടാം. നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ഹൂപ്പ് പാർട്ടൊക്കെ അതിൽ ഹൂപ്പ് പാർട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഈ ഡ്രസ്സിൻ്റെ കളറിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഷുഗർ ബീഡ്സ് ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ആ പാറ്റേൺ നമുക്കൊരു പാറ്റേൺ കിട്ടും. ആ പാറ്റേണിൻ്റെ ഇടയ്ക്കായിട്ട് ഓരോ ഷുഗർ ബീഡ്സ് വെച്ച് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾ ഈ സീക്വൻസ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതൽ സ്പേസ് ഒന്നും വിട്ട് പേസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ സ്പേസ് ആയാൽ ആ ത്രെഡ് കൂടുതൽ അങ്ങ് പൊങ്ങി നിന്ന് വല്ല സ്ഥലങ്ങളിലും അത് പിടിച്ച് ഇളുക്കുമ്പോൾ അതങ്ങനെ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതനുസരിച്ച് ശകലം ഗ്യാപ്പ് വിട്ടിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിത് ഫുള്ളും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിൽ ഒരു കുഞ്ഞ് ബീഡ്സ് വർക്ക് കൂടെ കൊടുക്കാം. ആദ്യം അതിൻ്റെ സെൻറ്ററിൽ ശകലം നീക്കിയിട്ട് ഒരു ബീഡ്സ് നമുക്കതിന് താഴേന്ന് മുകളിലോട്ട് നൂല് പൊക്കിയെടുത്തതിന് ശേഷം ഒരു ബീഡങ്ങ് കോർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ സൂചി ഒന്ന് കുത്തി പൊക്കിയെടുക്കാം. ഇനി ഇതിനെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ബീഡ്സ് കൂടെ കോർത്ത് വയ്ക്കാം. അതിനായിട്ട് ഞാൻ 7 ബീഡ്സ് കോർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അടുത്ത് കൂടി തന്നെ ഒന്ന് സൂചി കുത്തി താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് വലിച്ചെടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു സർക്കിൾ പോലെ അതങ്ങനെ റൗണ്ടായിട്ട് കിട്ടും. അത് ആ ബീഡ്സിനെ കവർ ചെയ്ത് വെച്ചതിന് ശേഷം
അതിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതങ്ങ് തന്നെ ഫിക്സ് ആയിട്ടിരുന്നോളും. ഒരു 2 ബീഡ്സിൻ്റെ ഇടയ്ക്കെങ്കിലും നിങ്ങളിത് അകത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് പുറത്ത് വരുന്ന രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതങ്ങ് ഫുള്ളൊന്ന് ഫിക്സായി ഇരുന്നോളും. ഇനി വീണ്ടും ഒരു ലെയർ കൂടെ നമുക്കിതിനെ ചുറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനാവശ്യമുള്ള ബീഡ്സ് അങ്ങനെ എടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത പ്ലേസിൽ തന്നെ വീണ്ടും നമുക്ക് കുത്തി താഴ്ത്തി എടുത്തുക്കുമ്പോൾ ഇങ്ങനെ സർക്കിളായിട്ട് കിട്ടും. വീണ്ടും അതുപോലെ തന്നെ അതിൻ്റെയും ഒരു 2 ബീഡ്സിൻ്റെ ഇടയ്ക്കായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അതിനെ അവിടെ ഫിക്സ് ചെയ്ത് വെക്കാം. ഇവിടെ ഇതിന് പകരം നമുക്കൊരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്താലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇനി ഒരു ലെയർ കൂടെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ ബ്ലൗസാണ് കേട്ടോ. ഇതിന് ഒരു വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഒന്ന് ബീഡ്സും സീക്വൻസും ത്രെഡും ഒക്കെ എടുത്ത് വെച്ചിട്ടിരുന്നതാണ്. പക്ഷേ ഞാൻ വിചാരിച്ച ഒരു വർക്ക് വേറെയാണ്. ലാസ്റ്റ് ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്തത്. ഇതുപോലെ എനിക്ക് മൈൻഡിൽ തോന്നുന്ന ഒരു വർക്കുകൾ അങ്ങനെ ചെയ്യും. പക്ഷേ ഫൈനലി ഇത് നല്ല ഒരു വർക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. കറക്റ്റും ഇതിൻ്റെ യഥാർത്ഥ കളർ ഇതാണ് കേട്ടോ. ചിലപ്പോൾ വീഡിയോസിന് അത് ഓറഞ്ച് കളറിലൊക്കെ ഒന്ന് മാറി കാണുന്നുണ്ട്. വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.